സംതൃപ്തകരമായൊരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ. അവന്റെ പേരാ യേശു. 36-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വചനമാണ് ഇന്ന് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത്. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിക്കും. എങ്ങനെ തൃപ്തിപ്പെടുവാൻ കഴിയും ചോദിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. എന്നാൽ ബൈബിൾ നിന്നോട് സംസാരിക്കുക, ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും. എന്താണ് ആലയത്തിലെ പുഷ്ടി? ആരാധനയ്ക്കൊരുവൻ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ശൂന്യതകളെ മാറ്റി, പരാജയങ്ങളെ മാറ്റി, തകർച്ചകളെ മാറ്റി, ദൈവീക പുഷ്ടി കൊണ്ടവനെ നിറച്ച് അവന്റെ ജീവിതം സംതൃപ്തമാക്കി കൊടുക്കുക. ഒരു സംതൃപ്തിയും ഇല്ലാതിരുന്ന ഒത്തിരി പേർ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, ആരാധനയിലൂടെ സംതൃപ്തരായ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. സംതൃപ്തകരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ. അവന്റെ പേരാ യേശു. അടുത്ത വചനം കേട്ടു, നിന്നെ അവർ ആനന്ദ നദി കുടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ദുഃഖം ചുമന്നുള്ളൊരു ലൈഫല്ല, ആനന്ദകരമായൊരു ജീവിതം. പണ്ട് പാട്ടുകളിൽ ഒരു പാട്ടുണ്ടായിരുന്നു, ആനന്ദം ആനന്ദമേ ക്രിസ്തീയ ജീവിതം ആനന്ദമേ എന്ന്. സത്യത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവപൈതൽ ദുഃഖിച്ച് നടക്കേണ്ടവനല്ല, ആനന്ദിച്ച് നടക്കേണ്ടവനാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ആനന്ദ നദി കുടിച്ച് നിന്നെ നിത്യതയോളം എത്തിക്കുന്ന കർത്താവിന്റെ പുറകെ നിനക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടോ? 2 സന്ദേശങ്ങളാണ്. ഒന്ന്, നിന്നെ ഈ ദിവസങ്ങളിൽ ദൈവം തൃപ്തിപ്പെടുത്തും. 2, നിനക്ക് ആനന്ദിക്കാനുള്ള വക, സന്തോഷിക്കാനുള്ള വക, തുള്ളിച്ചാടാനുള്ള വക, നൃത്തം ചെയ്യാനുള്ള വക യേശു നിനക്ക് തരും. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്നെ ആനന്ദ നദി കുടിപ്പിക്കണേ, എന്നെ സന്തോഷത്തിലേക്ക് എത്തിക്കണമേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ആ കരങ്ങൾ ചേർത്ത് പിടിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ആനന്ദ നദി കുടിപ്പിച്ച് ദൈവം തൃപ്തിപ്പെടുത്തി അവരെ മാനിക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി ആനന്ദ നദിയിൽ എത്തിക്കുവാൻ ദൈവശക്തൻ. ഗോഡ് ബ്ലസ്.